ഹലോ ഗായ്സ്, അപ്സി പാത്തോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഞായറാഴ്ചത്തെ വ്ളോഗാണ്. ഇന്ന് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ എന്താ ചെയ്തതെന്നുള്ളതാണ് ഈ വ്ളോഗിൽ വരുന്നത്. അങ്ങനെ രാവിലത്തേത് പാത്തുമാണ് ചെയ്തത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അങ്ങനെ ഉച്ചക്കത്തെ പണി മുതലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നിതാ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവുമല്ലോ, ചോറടുപ്പത്ത് വെച്ച് ചോറ് വേവുന്നുണ്ട്. പിന്നെ ഇന്ന് തേങ്ങ അരച്ച കറി വേണ്ട, കാരണം ഇന്നലത്തെ കറി ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കാനിട്ട് അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു, അത് മിഷ്യൻ്റെ അകത്തേക്ക് ഇട്ട്. പിന്നെ അപ്പോഴത്തേക്ക് പാത്തു കറി വെക്കാനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻ ഇന്നലെ രാത്രി വാങ്ങിയത് ഞാൻ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ച് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ വന്നിട്ട് പോപ്കോൺ വേണോ എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കിയിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുക്കറിൻ്റെ അകത്താണ് ഉണ്ടാക്കുക. കുക്കറിൻ്റെ ആ വിസിലടിയുന്ന മേലത്തെ ഭാഗമില്ല, അതങ്ങ് കഴിച്ച് കളയും. എന്നിട്ട് കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാക്കുകയാണ് ചെയ്യൽ. ഇത് ഞായറാഴ്ച കുട്ടികൾക്ക് അവധി ദിവസമായ ആ ദിവസത്തെ വ്ളോഗായത്. പിന്നെ ഇത് നിങ്ങളിലേക്ക് എത്തുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ വ്ളോഗ് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അങ്ങനെ മക്കൾക്ക് കൊടുത്തു. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്കത് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ആ മീനിൻ്റെ ഐസെല്ലാം പോയിക്കേനു. അപ്പം ഞാൻ ഇങ്ങനെ മീൻ മുറിക്കുക. പിന്നെ ഈ മീനെന്നാൽ നത്തോലി എന്ന് പറയുന്ന മീനാണ്. ഇത് കുറച്ച് ചെറിയ മീനായതുകൊണ്ട് ഇങ്ങനെ മുറിക്കാനൊക്കെ കുറച്ച് പാടാണ്. അങ്ങനെ മീൻ പെരക്കി ഞാൻ പാനിൽ ചൂടാക്കി മീൻ പൊരിച്ച് കഴിഞ്ഞ് മീനൊക്കെ ഇട്ട് മീൻ പൊരിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വേഗം പൊരിയല്ലോ, കാരണം അങ്ങനത്തെ ഒരു മീനാണല്ലോ. അങ്ങനെ അത് മീൻ കുറവായതുകൊണ്ട് ഇങ്ങനെ മറ്റേ വരട്ടിയതുമാണ് ഇവിടെയുള്ള എല്ലാവർക്കും. ഇങ്ങനെ വെണ്ടക്കറി വരട്ടി അതങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ചോറെല്ലാം തിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തരം വൈകുന്നേരം കുട്ടികൾ പറഞ്ഞ് അവർക്ക് പാർക്ക് പോകണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വടകര സാൻഡ് ബാഗ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. സാൻഡ് ബാഗ്സിൽ മൊത്തം കടലിങ്ങ് കുറച്ചിങ്ങ് അടുത്തത് കൊണ്ടും വല്ലാണ്ട് തിരയടിക്കുന്നത് കൊണ്ടും അവിടെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നല്ല ആദ്യത്തെ കടൽ. നമുക്ക് ഇതിലെ കൂടെയൊക്കെ ഒരുപാട് പോകാൻ പറ്റുമേനു, ഇവിടെയൊക്കെ ഈ കല്ലുമലൊക്കെ ഇരിക്കാൻ പറ്റുമേനു. ഇപ്പം മഴയായതുകൊണ്ട് എന്താ അറിയില്ല, കടൽ കുറച്ച് ഇങ്ങ് എത്തിക്ക്. അതിൻ്റെ മക്കൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കില്ല, മക്കളായിരുന്നു ഇങ്ങനെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കടൽ വല്ലാണ്ട് ഇന്ന് മഴ എന്താ അറിയില്ല, ഇങ്ങനെ കടൽ വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. പിന്നെ അന്നേരം ഞാൻ കുറച്ച് നേരം ഞാനിങ്ങനെ ആ കടലും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക. ഒരു വല്ലാത്ത രസമല്ലേ ഇങ്ങനെ ഈ കടലിങ്ങനെ കാണാനും ആ തിര ഇങ്ങനെ അടിച്ച് വന്ന് ആ കല്ലിൽ മുട്ടുന്നത് കാണാനൊക്കെ ഒരു വല്ലാത്തൊരു ഭംഗിയല്ലേ. ഇപ്പം ഇവിടെ ഇങ്ങനെ അടച്ചു പൂട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കടലിലൊക്കെ ഇറങ്ങുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യലുണ്ട്. അങ്ങനെ രാത്രിയാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. രാത്രി ഒരു 7:30 മണിയായിരിക്കും ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ. രാത്രി വന്ന് ബഷീർ ദിനമല്ലേ, അപ്പോൾ സ്കൂളിലേക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ബഷീർ ഡേൻ്റെ. അങ്ങനെ LKG പഠിക്കുന്ന മോനാണ് പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെ അവനക്ക് വേണ്ടിയിട്ട് ഞാനിതാ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ ഇങ്ങനെ വരയ്ക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് പെൻസിലുകൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണുമായിരിക്കും. അങ്ങനെ ഓരോന്ന് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കും മറ്റേ കണ്ണടയും മരങ്ങളും ഒക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മോൻ ഓരോന്ന് പറയുന്നുണ്ട്, ഉമ്മ അങ്ങനെ വരയ്ക്കും, ഉമ്മ ഇങ്ങനെ വരയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ അഭിപ്രായത്തോടുകൂടി ഇങ്ങനെ ഓരോന്ന് വരച്ച്. നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോയെന്ന് അറിയില്ല, പെൻസിൽ കൊണ്ടാണ് ഞാൻ വരച്ചത്. അങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ച് കളറെല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ കളറ് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര അതിശയമാണ്. കാരണം ഈ കളർ ഞാൻ ഓല കൈ കൊടുക്കലില്ല. അപ്പോൾ ആ കളർ ഓല കൈ കിട്ടി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അപ്പുറം ഇപ്പുറം ഉണ്ട് ആൾക്കാർ, ഓരങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തായിട്ടാണ്. ഇങ്ങനെ ഓരോ ആ കളർ കൊണ്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്, കാരണം ഓല കൈ കിട്ടലില്ല ആ കളർ. അങ്ങനെ പറഞ്ഞ് കളറടിച്ച് കുറച്ച് ഭാഗം അടിച്ച്. എങ്ങനെയുണ്ട് എൻ്റെ ഈ പോസ്റ്റർ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.